ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല അവരുടെ കിതാബു തൗഹീദിന് ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ല എഴുതിയ ഷറഹ് ഇആനത്തുൽ മുസ്തഫീദിൻ്റെ ദർസ് ഓഡിയോ നമ്പർ 69. ثم إن الشيخ محمد رحمه الله شرح هذه الألفاظ. പിന്നീട് ഷെയ്ഖ് മുഹമ്മദ്, അതായത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല ഈ ലഫ്ളുകളെ ഷറഹ് ചെയ്തു. അതായത് തമായിമ്, തിവലത്ത് ഒക്കെ ഷിർക്ക് ആണ് എന്ന് പറഞ്ഞല്ലോ, അല്ലെങ്കിൽ ഷിർക്കിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞല്ലോ. റുക്ക, തമായിമ്, തിവലത്ത് ഒക്കെ ഷിർക്കിൽപ്പെട്ടതാണെന്ന് പറഞ്ഞു. അതിനെ പിന്നെ വിശദീകരിച്ച് പറഞ്ഞു എന്ന്. ഫഖാല, അദ്ദേഹം പറഞ്ഞു, അത്തമായിമു ഷൈഉൻ യുഅല്ലിഖൂനഹു അലൽ ഔലാദി യത്തഖൂന ബിഹി അൽ ഐന. അത്തമായിമു, ഈ തമീമത്തുകൾ എന്ന് പറഞ്ഞാൽ ഏലസുകൾ, ഐക്കല്ല്, അതൊക്കെ ഷൈഉൻ ഒരു കാര്യം, ഒരു സംഗതിയാണ്. യുഅല്ലിഖൂനഹു, അതിനെ ജാഹിലിയ കാലത്ത് മുശ്രിക്കുകൾ ബന്ധിപ്പിക്കുമായിരുന്നു, കെട്ടുമായിരുന്നു, അല്ലെങ്കിൽ കെട്ടിത്തൂക്കുമായിരുന്നു. അലൽ ഔലാദി, കുട്ടികളുടെ മേൽ. യത്തഖൂന ബിഹി അൽ ഐന, അതുകൊണ്ട് അവർ കണ്ണേറ് തടയാനാണ് അവരങ്ങനെ ചെയ്തിരുന്നത്. കണ്ണേറ് അതുകൊണ്ട് തടയുന്നതല്ല, അതിനു വേണ്ടിയാണ് ചെയ്തിരുന്നത് എന്ന്. കണ്ണേറിൽ നിന്ന് കാവലെന്നോണം. സുമ്മക്കാല മുഫസ്സിലൻ, പിന്നെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, അൽ ഹുക്മു ഫി ഹാദ, ഇതിലാണ് വിധി എന്ന് പറയുന്നത്. ലാക്കിൻ ഇദാ കാന ഹാദൽ മുഅല്ലഖു മിനൽ ഖുർആൻ, ഈ ഏലസ് കിട്ടുന്നത് അത് ഖുർആനിൽ നിന്നുള്ള മന്ത്രങ്ങൾ അല്ലെങ്കിൽ ഖുർആനിൽ നിന്നുള്ള ആയത്തുകളൊക്കെ ആണെങ്കിൽ ഫഖദ് റഖസ ഫീഹി ബഅ്ദു സലഫി, ചില സലഫുകൾ അതിൽ ഇളവ് അനുവദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഷിർക്കല്ല എന്ന്, അത് അനുവദനീയാണ് എന്ന് ചില സലഫുകൾ പറഞ്ഞിട്ടുണ്ട്. യാനി ഉദ്ദേശിക്കുന്നത് ഇദാ കാനത്തി തമീമത്തു മക്തൂബത്തുൻ മിനൽ ഖുർആൻ, ഖുർആനിൽ നിന്ന് എന്തെങ്കിലും എഴുതപ്പെട്ട തമീമത്താണ് എങ്കിൽ ഫഖദ് റഖസ ഫിഹ ബഅ്ദു സലഫി, അതിൽ ചില സലഫുകൾ ഇളവ് പറഞ്ഞിട്ടുണ്ട്. അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ അൽ ആസ് റളിയല്ലാഹു അൻഹു, ആയിഷ റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ. ലിഅന്നഹ മിനൽ ഖുർആനി, കാരണം അത് ഖുർആനിൽ നിന്നുള്ളതാണ് എന്നതാണ് ന്യായം. വത്തശാഫി ബിൽ ഖുർആൻ ലൈസ ഫിഹി മഹദൂറുൻ ഷിർക്കിയുൻ, ഖുർആൻ കൊണ്ടുള്ള ചികിത്സ എന്നത്, ഷിഫ തേടുക എന്നത് അതിൽ ഷിർക്കിയായിട്ടുള്ള മഹദൂറായിട്ടുള്ളൊരു കാര്യമൊന്നുമില്ല. ഫഹുവ കലാമുല്ലാഹി സുബ്ഹാനഹു വതആല, അത് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ കലാമാണ് എന്ന്. ഇനി വബഅദുഹും, അവരിൽ ചിലർ, അപ്പോൾ ചിലർ അനുവദനീയാണ് എന്ന് ഇളവ് നൽകി, ഖുർആൻ എഴുതപ്പെട്ട തമീമത്ത് ഏലസൊക്കെ ആണെങ്കിൽ. എന്നാൽ മറ്റു ചിലർ സഹാബാക്കൾ തന്നെ, ഐ ബഅദു സഹാബത്തി, അതായത് ചില സഹാബാക്കൾ ലം യുറഖിസ് ഫിഹി, അതിൽ ഇളവ് അനുവദിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഖുർആൻ ആണെങ്കിലും പാടില്ല എന്നതാണ് ചില സഹാബാക്കളുടെ നിലപാട്. ഹത്താ ലൗ കാന മിനൽ ഖുർആൻ, ഖുർആൻ കൊണ്ട് എഴുതപ്പെട്ടതാണെങ്കിലും, ഖുർആൻ ആയത്തുകളാണ് എഴുതിയിട്ടുള്ളത് എങ്കിൽ പോലും, മിന്നും അങ്ങനെ ഖുർആൻ ആണെങ്കിൽ പോലും പാടില്ല ഏലസ് എന്ന് പറഞ്ഞവർ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റാവി അൽ ഹദീസ്, ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തുള്ള അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആ അഭിപ്രായക്കാരനാണ്. വസയ്യത്തിൽ അസറു അൻ ഇബ്രാഹിം അന്നഹു ഖാല, ഇനി അതുകൂടാതെ ഒരു അസർ ഇനി തുടർന്ന് പറയുന്നുണ്ട്. ഇബ്രാഹിം എന്നിവർ പറയുന്നു, അദ്ദേഹം പറഞ്ഞു, കാനു യക്റഹൂന തമായിമ മിനൽ ഖുർആനി വമിൻ ഗൈരിൽ ഖുർആൻ, അതായത് ഖുർആൻ കൊണ്ട് എഴുതപ്പെട്ടതും ഖുർആൻ അല്ലാത്തതാണെങ്കിലും ഏലസ്, തമീമത്തുകൾ മൊത്തത്തിൽ അവർ വെറുത്തിരുന്നു, അവർ അത് ഇഷ്ടപ്പെട്ടിരുന്നില്ല സലഫുസ് സാലിഹ്യങ്ങൾ എന്ന്. ഇബ്രാഹിമുൻ നഖഈ, ഇബ്രാഹിമുൻ നഖഈ ആരാണ്? തിൽമീദ് ഇബ്നു മസ്ഊദ്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിൻ്റെ സഹാബിയായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിൻ്റെ ശിഷ്യനാണ് ആര്? ഇബ്രാഹിമുൻ നഖഈ എന്ന താബീ പണ്ഡിതൻ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്താണ്, അവർ എന്ന് പറഞ്ഞാൽ ആര്? ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിൻ്റെ ശിഷ്യന്മാർ അല്ലെങ്കിൽ ഫോളോവേഴ്സ് എന്ന് ഇതിൽ പിന്നെ വിശദീകരണം പറയുന്നുണ്ട്. ഹാദാ ഇഖ്തിലാഫു സലഫി ഫി തഅലീഖി തമായിമി മിനൽ ഖുർആൻ, അപ്പോൾ ഖുർആൻ കൊണ്ടുള്ള ഏലസ് ബന്ധിപ്പിക്കുന്ന വിഷയത്തിൽ സലഫു സ്വാലിഹ്യങ്ങളുടെ അഭിപ്രായ ഭിന്നതയാണിത്. ഫഖദ് ഇഖ്തലഫു ഫി ഹാദാ അലാ ഖൗലൈൻ, അപ്പോൾ തമീമത്ത് അത് ഖുർആനിൽ നിന്നുള്ളതാണ് എങ്കിൽ, അത് ഖുർആൻ എഴുതിയ ഏലസാണെങ്കിൽ അതിൻ്റെ വിഷയത്തിൽ രണ്ട് അഭിപ്രായങ്ങൾ സലഫു സ്വാലിഹ്യങ്ങളിൽ നിന്നുണ്ട്. മിൻഹും മൻ അജാസ, സലഫുകളിൽ ചിലർ അത് അനുവദനീയമാക്കിയവരുണ്ട്. നളറൻ, അല്ലെങ്കിൽ അനുവദനീയമായി പരിഗണിച്ചവരുണ്ട്. നളറൻ ലി അന്ന ഹാദാ മിനൽ ഖുർആൻ, അത് ഖുർആൻ ആണല്ലോ എന്നുള്ള പരിഗണന വെച്ചിട്ട്. വഹുവ കലാമുല്ലാഹി സുബ്ഹാനഹു വതആല, അതാവട്ടെ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ സംസാരമാണ്, കലാമാണ്. വത്തദാബി ബി കിതാബില്ലാഹി വൽ ഇസ്തിശ്ഫാ ബി കിതാബില്ലാഹി മഷ്റൂ, അള്ളാഹുവിൻ്റെ കിതാബ് കൊണ്ട് ചികിത്സിക്കുക, അള്ളാഹു കൊണ്ട് എൻ്റെ കിതാബ് കൊണ്ട് ഷിഫ തേടുക എന്നത് ഷറാക്കപ്പെട്ടതാണ്. വമിൻഹും മൻ മനാഹദ, എന്നാൽ ഇത് തടഞ്ഞവരുണ്ട്. വലം യുറഖിസ് ഫിഹി,
അതിൽ ഇളവ് അനുവദിക്കാത്തവർ ഖുർആനാണെങ്കിലും അനിത്തമായി തമായിമ് മൊത്തത്തിൽ നിരോധനമുണ്ട് എന്ന് നബിയുടെ ഹദീസിൽ നിന്ന് മൊത്തത്തിൽ പറഞ്ഞത് കാരണം അതിൽ നബി ഇസ്തിഷ്ണ ആയിട്ട് എക്സെപ്റ്റ് ചെയ്ത് ഒന്നും പറഞ്ഞിട്ടില്ല എന്നതുകൊണ്ടാണ്. ബിനാഅൻ അലാ ദാലിക ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇഖ്തലഫൽ ഫുഖഹാക്കൾ ഭിന്ന വീക്ഷണത്തിലായിരിക്കുന്നു. മിൻ ബഅദി സ്വഹാബത്തി സഹാബാക്കളുടെ കാലശേഷമുള്ള ഫുഖഹാക്കളും വ്യത്യസ്ത വീക്ഷണത്തിലായിരിക്കുന്നു. ഫി ഹാദിഹിൽ മസ്അലത്തി ഈ മസ്അലയിൽ അലാ ഖൗലൈനി രണ്ട് അഭിപ്രായങ്ങളിന്മേൽ. മിൻഹും മൻ അജാസ അവരിൽ അത് അനുവദിച്ചവരുണ്ട്. അഖദം ബിറഈ മൻ അജാസ മിന സ്വഹാബ സ്വഹാബാക്കളിൽ നിന്ന് അത് അനുവദനീയമായി പരിഗണിച്ച സഹാബാക്കളുടെ അഭിപ്രായം പ്രകാരം. വമിൻഹും മൻ മന ഫുഖഹാക്കളിൽ ഖുർആൻ കൊണ്ടുള്ള ഏലസാണെങ്കിൽ പോലും അത് തടഞ്ഞവർ അത് പാടില്ല എന്ന് പറഞ്ഞവരും ഉണ്ട്. വസ്വഹീഹു ശരിയായ അഭിപ്രായം അർറഇയുസാനി രണ്ടാമത്തെ വീക്ഷണമാണ്. അതായത് ഖുർആൻ എഴുതിയ ഏലസാണെങ്കിലും തമീമത്താണെങ്കിലും ഐക്കലാണെങ്കിലും അത് പാടില്ല എന്നതാണ് ശരിയായ വീക്ഷണമെന്ന് ആര് പറയുന്നു? ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാ അത് വിശദീകരിച്ച് പറയണം. വഹുവ അൽ മൻഉ അതായത് പാടില്ല എന്നുള്ളത്. വഷെയ്ഖ് അബ്ദുറഹ്മാൻ ബിൻ ഹസൻ വഖബലഹു അഷെയ്ഖ് സുലൈമാൻ അബ്ദുല്ലാഹ് റജ്ജഹ മൻഅഹു. അപ്പോൾ ഈ പറഞ്ഞ രണ്ട് ഷെയ്ഖുമാരും അത് പാടില്ല എന്നുള്ള വീക്ഷണം പ്രബലപ്പെടുത്തിയിരിക്കുന്നു. വദാലിക ലിസലാസത്തി ഉമൂരിൻ എന്ത് കാരണം കൊണ്ടാണ് ഖുർആൻ കൊണ്ടുള്ള തമീമത്താണെങ്കിലും പാടില്ല എന്ന് പറഞ്ഞത്? 3 കാരണങ്ങളാണ്. അൽ അംറുൽ അവ്വൽ ഒന്നാമത്തെ കാരണം ഉമൂമുൻ നഹി മൊത്തത്തിലുള്ള നിരോധനം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ തമായിമ പാടില്ല ഷിർക്കാണ് ഷിർക്കിൽപ്പെട്ടതാണെന്ന് പറഞ്ഞത്. അപ്പോൾ പിന്നെ അത് മൊത്തത്തിലാണ്. വലം മെരിത് ദലീലുൻ യുഹസ്സിസു ദാലിക അപ്പോൾ അതിനെ പ്രത്യേകമാക്കുന്ന തെളിവൊന്നുമില്ല. ഖുർആനിൽ നിന്നുള്ള പറ്റും എന്നതിന് പ്രത്യേക തെളിവില്ല. അൽ അംറുസാനി രണ്ടാമത്തെ കാര്യം സദ്ദുൽ വസീലത്തി അൽ മുഫ്ദിയത്തി ഇല ഷിർക്ക് ഷിർക്കിലേക്ക് നയിക്കുന്ന ഒരു മാർഗം അത് തടയുക എന്നാണ് രണ്ടാമത്തെ. ലിഅന്നനാ ഇദാ അജസ്ന തഅലീഖൽ ഖുർആൻ എഴുതി കെട്ടുക എന്നത് നമ്മൾ അനുവദിച്ചാൽ ഇൻഫതഹ അൽ ബാബു ലി തഅലീഖി ഗൈരിഹി ഖുർആൻ അല്ലാത്തത് അതിലേക്ക് വാതിൽ തുറക്കും. അൽ അംറു സാലിസ് മൂന്നാമത്തെ കാര്യം അന്ന തഅലീഖൽ ഖുർആനി യുഅർരിദുഹു ലിൽ ഇംതിഹാൻ എന്താണ് ഖുർആൻ എഴുതി കെട്ടുക എന്ന് പറയുമ്പം ആ ഖുർആൻ ആയത്തുകളെ ഇംതിഹാന് വിധേയമാക്കുകയാണ്, നിന്ദിക്കാൻ കാരണമാകും, അയക്കും. ലിഅന്നഹു യുഅല്ലിഖു അല സിബിയാൻ കാരണം കുട്ടികൾക്കാണ് ഇത് കെട്ടുമിക്കവാറും. വസിബിയാനു ലാ യതജന്നബൂന അന്നജാസത കുട്ടികളാകട്ടെ നജസൊന്നും ചിലപ്പോൾ പരിഗണിക്കൂല, ഒഴിവാക്കൂല. അവി ദുഖൂല ഫി മവാദിൽ ഖാദൂറാത്തി വൃത്തികെട്ട സ്ഥലങ്ങളിൽ പ്രവേശിക്കുന്നത് അതൊന്നും കുട്ടികൾ ചിലപ്പോൾ ശ്രദ്ധിക്കൂല. വക്കദാലിക ജുഹാരു അതേപോലെ അറിവില്ലാത്ത ആൾക്കാർ ലാ യഹ്തരിമൂനൽ ഖുർആന കമാ യൻബഗി ആവശ്യമായ പോലെ ഖുർആനെ അവർ പരിഗണിക്കൂല, അവർ ആദരിക്കൂല. വലാ യതനബ്ബഹൂന ലിദാലിക അത് അവർ ശ്രദ്ധിക്കൂല എന്നുള്ള. വമാ കാന സബബൻ ലിതഅരീദിൽ ഖുർആനി ലിംതിഹാനി ഫഹുവ മുഹറം അപ്പോൾ ഖുർആൻ നിന്ദിക്കാൻ കാരണമാകുന്ന കാര്യങ്ങൾ അതും എന്താണ് ഹറാമാണ് എന്നത് ആണ്. അപ്പോൾ ഇതാണ് ഖുർആൻ കൊണ്ടുള്ള ഏലസാണെങ്കിലും പറ്റൂല എന്ന് പറയാനുള്ള ഒരു കാരണം എന്ന്. ഇനി വല്ലദീന അജാസു ഇനി ഇത് അനുവദനീയമാണ് എന്ന് പറഞ്ഞവരോ അവർ വഹും അസ്ഹാബുർ റഈൽ അവലി ഒന്നാമത്തെ വീക്ഷണത്തിൻ്റെ ആൾക്കാർ ഇഷ്തറത്തു സലാസത ഷുറൂത്ത് ഇത് അനുവദനീയമാണ് ഖുർആൻ കൊണ്ടുള്ള ഏലസ് ആണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞവർ അതിന് 3 നിബന്ധനകൾ വെച്ചിട്ടുണ്ട് അനുവദനീയമാകാൻ. അഷത്തുൽ അവർ ഒന്നാമത്തത് അൻ തകൂന തമീമത്തു മിനൽ ഖുർആൻ ആയത്തുകൾ കൊണ്ട് എഴുതിയ ഏലസായിരിക്കണം. അഷർത്തു സാനി രണ്ടാമത്തത് അൻ തകൂന മക്തൂബത്തൻ ബിൽ ലഫ്ദിൽ അറബി ലഫ്ദ് കൊണ്ട് എഴുതപ്പെട്ടതായിരിക്കണം. ഫലാ തുക്തബു ബി ലഫ്ദിൻ അജ്മിയിൻ ഔ ബി ഖത്തിൻ ലാ യഖറഉ അപ്പോൾ അജ്മി ആയിട്ടുള്ള അനറബി ഭാഷയിൽ എഴുതിയ ഏലസാണെങ്കിൽ പറ്റില്ല. അഷർത്തു സാലിസ് മൂന്നാമത്തത് നിബന്ധന അയ്തഖിദ അന്ന ഷിഫാ മിനല്ലാഹ് ഇങ്ങനെ തമീമത്ത് കെട്ടിയാൽ തന്നെ ഖുർആൻ ആയത്തുകൾ അടങ്ങിയ തമീമത്ത് കെട്ടിയാൽ തന്നെ അത് അനുവദനീയമാണ് എന്ന് പറഞ്ഞവർ അത് അനുവദനീയമാകണമെങ്കിൽ 3 നിബന്ധനകൾ പറഞ്ഞത് മൂന്നാമത്തെ നിബന്ധന എന്താണ്? അത് ഷിഫാ അള്ളാഹുവിൽ നിന്നാണെന്ന് വിശ്വസിക്കണം. ലാമിൻ ഹാദിഹി തമീമ ഈ ഏലസുകളുടെ സാധനം കൊണ്ടല്ല ഷിഫ. ഇന്നമാ ഹാദിഹി തമീമത്തു സബബുൻ ഫഖത്ത് ഇതൊരു ജസ്റ്റ് കാരണം മാത്രം തമീമത്ത്. ഇനി കാല ഷെയ്ഖ് പറഞ്ഞു, അതായത് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ഹദീസ് ഉദ്ധരിച്ചല്ലോ അതിൽ റുഖ എന്ന് പറഞ്ഞു. റുഖ എന്നുള്ളതിന് ഹി അല്ലത്തി തുസമ്മ അൽ അസായിം എന്ന് പറഞ്ഞ സാധനമാണ് പറയപ്പെടുന്ന സാധനമാണ് റുഖ എന്നത്. റുഖ എന്ന് പറഞ്ഞാൽ ജംഉ റുഖിയത്തിൻ റുഖിയത്ത് എന്നതിൻ്റെ ബഹുവചനമാണ് റുഖ. റുഖിയത്ത് എന്ന് പറഞ്ഞാൽ അൽ ഖിറാഅത്തു അലൽ മരീദ് രോഗിക്ക് ഓതലാണ്. രോഗിക്ക് ഓതെന്ന് പറഞ്ഞാൽ പലതും ഉണ്ടാവും.
അതിന് അനുവദനീയമായതും അനുവദനീയം അല്ലാത്തതൊക്കെ ഉണ്ടാവും. യുസമ്മിഹ അൽ അവാമു അൽ അസീമ, സാധാരണക്കാരന് അസീമത്ത് എന്ന് പറയും. കാല ഷെയ്ഖ് റഹ്മുള്ള പറഞ്ഞു, അതായത് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മുള്ള പറഞ്ഞു, എന്ത് വഖുസ്സ മിൻഹ അദ്ദലീലു മാ ഖലാ മിന ശിർക്ക്, ഷിർക്കിൽ നിന്ന് മുക്തമായത് അതിൽ നിന്ന് പ്രത്യേകമായി ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള. അതായത് ഇസ്തസ്നാഹു മിന തഹരീം ഹറാമാണ് റുഖയ്യ എന്ന് പറഞ്ഞില്ല, അല്ലെങ്കിൽ ഷിർക്കാന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് ചില സംഗതികൾ. ചില റുഖയ്യ പ്രശ്നമല്ല. അപ്പോൾ ഹുനാക്ക അതില്ലത്തുണ്ട്, അതിന് തെളിവുകളുണ്ട്. തുഫസ്സല ബിഅന്നഹു ഇദാ ഇൻ കാനത്ത് റുഖയ്യത്തു മിനൽ ഖുർആനി ഔ മിനൽ അദ്ഇയത്തിൽ മുബാഹത്തി ഫഇന്നഹാ ലൈസത് ബിശിർക്ക്. അപ്പോൾ ഖുർആനിൽ നിന്നുള്ളതാണ് റുഖയ്യ, അല്ലെങ്കിൽ അനുവദിക്കപ്പെട്ടുള്ള പ്രാർത്ഥന ദുആകളിൽ നിന്നുള്ള അങ്ങനെയുള്ള മന്ത്രങ്ങളാണെങ്കിൽ അത് ഷിർക്കല്ല. അപ്പോൾ അതിൽ തർക്കമല്ല. നേരെ തമീമത്തിനെ പോലെയല്ല. തമീമത്ത് ജാലസ എന്താണ്, അത് ഖുർആനിൽ നിന്ന് ഉള്ളതാണെങ്കിൽ അനുവദനീയമാണ് ചിലരെ പറഞ്ഞിട്ടുള്ളൂ. ചിലർ എന്താണ് പറഞ്ഞത്, അതാണെങ്കിലും പാടില്ല. ഖുർആൻ്റെ അല്ലാതെ അറബിയിലല്ലാത്തത് വേറെ ഷർത്തുകളൊക്കാത്തതാണെങ്കിൽ എന്തായാലും പാടില്ല, അത് ഷിർക്ക് തന്നെ. നേരെ മറിച്ച് റുഖയ്യയുടെ വിഷയത്തിൽ അങ്ങനെയല്ല. റുഖയ്യ എന്താണ്, അതിൽ എക്സംഷൻ മൊത്തത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. എന്ത് ഖുർആനിൽ അല്ലെങ്കിൽ അനുവദിക്കപ്പെട്ടുള്ള പ്രാർത്ഥനകൾ, ദ്വാകൾ, വാരിതായിട്ടുള്ള ദ്വാകൾ, അനുവദിക്കപ്പെട്ട ദ്വാകൾ, അങ്ങനെയുള്ള മന്ത്രങ്ങളാണെങ്കിൽ അതിൽ പ്രശ്നമില്ല. അതുകൊണ്ട് എഴുതി കെട്ടാന്നല്ല ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് മന്ത്രിക്കാണ്, രോഗിക്ക് വേണ്ടി ഈ പ്രാർത്ഥന അല്ലെങ്കിൽ ദിക്ർ ആയത്തുകൾ ഓതിയിട്ട് മന്ത്രിക്കുക എന്നതാണ്. അപ്പോൾ അത് എന്താണ്, അപ്പോൾ അതിന് ഇനി തെളിവുകൾ പറയണം. ബിദലീൽ അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റഖസ ഫി റുഖിയത്തി മിനൽ ഐനി വ മിനൽ ഹുമ, കണ്ണേറ് വിഷം തീണ്ടതിൽ, ഇതൊക്കെ ജന്തുക്കൾ കടിയേൽക്കൽ, അതിനൊക്കെ റുഖയ്യ ചെയ്യാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇളവ് കൊടുത്തു എന്നതാണ്. കമാ ജാ ഫി ഹദീസ് ബുറൈദ ഇബ്നുൽ ഹുസൈൻ അല്ലദി സബഖ ഫി ബാബി മൻ ഹഖഖ തൗഹീദ്, ആ തൗഹീദ് യാഥാർത്ഥ്യമാക്കിയവൻ എന്ന ആര് എന്ന വിഷയമുണ്ടല്ലോ, അത് ചർച്ച ചെയ്ത ബാബിൽ പറഞ്ഞ ഹദീസിൽ വന്നിട്ടുള്ള വരെ ബുറൈദ റളിയല്ലാഹു ഹദീസ്. കദാലിക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റഖാ അൽ മരീള വ റുഖിയ സല്ലല്ലാഹു അലൈഹി വസല്ലം റഖാഹു ജിബ്രീൽ, അതായത് അപ്രകാരം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റഖാ അൽ മർള, രോഗിക്ക് എന്ത് ചെയ്തു, രോഗികളെ റുഖിയ നടത്തിയിട്ടുണ്ട്, നബി മന്ത്രിച്ചിട്ടുണ്ട്. എന്നാൽ പ്രാർത്ഥിച്ചു എന്നുള്ളതാണ് മന്ത്രിക്കുക ഉദ്ദേശിക്കുന്നത്, ദിക്റുകൾ പിന്നെ ആയത്തുകൾ കൊണ്ടൊക്കെ. വ റുഖിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മന്ത്രിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. റഖാഹു ജിബ്രീൽ, ജിബ്രീൽ അലൈഹി സ്വലാം നബിയെ മന്ത്രിച്ചിട്ടുണ്ട്. കദാലിക ലമ്മ ജാഉ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യസ്അലൂനഹു ഖാലു, അതേപോലെ സ്വഹാബാക്കൾ നബിൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു വന്നപ്പോൾ അവർ പറഞ്ഞു, കുന്നാ ഫിൽ ജാഹിലിയത്തി ലനാ റുഖ്യ റുഖ നർഖി ബിഹ, ജാഹിലിയ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് മന്ത്രങ്ങളുണ്ടായിരുന്നു, ഞങ്ങൾ അതുകൊണ്ട് മന്ത്രിക്കുമായിരുന്നു രോഗികൾക്ക്. അദ്വിയ നതദാവി ബിഹ, അതേപോലെ ഞങ്ങൾക്ക് മരുന്നുകളുണ്ടായിരുന്നു, അതുകൊണ്ട് ചികിത്സിച്ചിരുന്നു. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിരലു അലിയ റുക്കാക്കും, നിങ്ങളുടെ റുക്കകളെ ഞാൻ നോക്കട്ടെ എന്ന് കാണിച്ചു ചെയ്താൽ ലാ ബഅസ ബിഹ മാലം തക്കുൻ ഷിർക്ക, ഷിർക്ക് അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല മന്ത്രങ്ങൾ എന്ന്. വഖൗലു, പിന്നെ ഷെയ്ഖ് അവറുകൾ പറഞ്ഞ വചനം, ഫഖദ് റഖസ ഫീഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ ഐനി വൽ ഹുമ, കണ്ണേറ് വിഷം തീണ്ടൽ ഇതിൽ നിന്നൊക്കെ റുഖയ്യ ചെയ്യാം എന്ന്, ഇതിനെ റുഖയ്യ ചെയ്യാമെന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇളവ് അനുവദിച്ചിട്ടുണ്ട്. അർ റുഖ്സത്തു ഇൻദൽ ഉസൂലിയീൻ, ഉസൂലിങ്ങളുടെ വീക്ഷണത്തിൽ റുഖ്സ എന്ന് പറഞ്ഞാൽ മാ സബത അലാ ഖിലാഫി ദലീലിൻ ശർഈൻ മുആരിദിൻ റാജിഹിൻ. അപ്പോൾ പിന്നെ ശർഈയായ ഒരു ദലീലിന് എതിരായിട്ട് സ്ഥിരപ്പെട്ട ഒരു സംഗതിയാണ് എന്ന്. ലിഅന്നൽ അഹ്കാമ അലാ ഖിസ്മൈൻ, കാരണം ഹുക്മുകൾ രണ്ട് വിധത്തിലാണ്, റുഖ്സത്തുൻ അസീമത്തും, രണ്ടാണ്, ഒന്ന് റുഖ്സ ഒന്ന് അസീമ. ഫശൈഉൽ മുസ്തസ്ന മിനൽ മംനൂഇ ബിദലീലിൻ യുസമ്മ റുഖ്സ. അപ്പോൾ ഒരു സംഗതി മൊത്തത്തിൽ തടയപ്പെട്ടു, ആദ്യം മൊത്തത്തിൽ ജനറലായിട്ട് പറയുമ്പോൾ തടയപ്പെട്ടു ഒരു കാര്യമാണ്, പക്ഷേ അതിൽ നിന്ന് ഇസ്തിസ്ന എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു സംഗതിയെ, അപ്പോൾ ആ സംഗതിയാണ് റുഖ്സ എന്ന് പറയാം, ആ എക്സംപ്റ്റഡ് ആയിട്ടുള്ള സംഗതിയെ. മിസൽ ഉദാഹരണം അൽ അക്ലു മിനൽ മൈത്ത, ശവം തിന്ന, ഖസ്റു സ്വലാത്തിൽ മുസാഫിർ, അപ്പോൾ ശവം തിന്നാൻ പാടില്ല, പക്ഷേ ചില സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യുക, ശവം തിന്നാം, വേറെ ഒന്നും ഭക്ഷിക്കാൻ കിട്ടില്ല, ഭക്ഷണം അത് കഴിച്ചിട്ടില്ലെങ്കിലോ അയാൾ മരിച്ചു പോകാൻ സാധ്യതയുണ്ട്, അപ്പോൾ അവിടെ ശവം തിന്നണം. അപ്പോൾ ഖസ്റു സ്വലാത്തിൽ മുസാഫിർ, അതേപോലെ മുസാഫിറിന് സ്വല ചുരുക്കി സ്കരിക്കാം, 4 റക്അത്ത് നമസ്കാരം 2 റക്അത്താക്കുക മുസാഫിർ,
പക്ഷേ സാധാരണ രീതിയിൽ 4 റക്അത്താണ്. ആ 4 റക്അത്ത് പക്ഷേ മുസാഫിർ 2 റക്അത്താക്കിയത്. ഹാദാ യുസമ്മാ റുഖ്സ, ഇതിന് ഇളവ് എന്നാണ് പറയുന്നത്. കദാലിക്കൽ ഇഫ്താർ ഫീ നഹാരി റമദാൻ, അപ്രകാരം തന്നെ റമദാനിൻ്റെ പകലിൽ നോമ്പ് മുറിക്കുക. സാധാരണ രീതിയിൽ നോമ്പ് മുറിക്കാൻ പറ്റില്ലല്ലോ, ഫർദായ നോമ്പ് നോറ്റ ആൾ മുറിക്കാൻ പറ്റില്ല. പക്ഷേ ചില കേസുകളിൽ നോമ്പ് മുറിക്കാൻ പറ്റും, അത് റുഖ്സയാണ്. കുല്ലു ഹദി റുഖ്സ, ഇതൊക്കെ റുഖസുൻ, ഇതൊക്കെ റുഖ്സകളാണ്. റഖസ ഫിഹാ ഷാരിഉ മിൻ അഷ്യാഇൻ കാനത്ത് ഫിൽ അസ്ലി മംനുഅ. അപ്പോൾ ഇവിടെ ഷാരിഅ എന്താണ്? അസുലിൽ തടയപ്പെട്ടുള്ള കാര്യത്തിന് ഇളവ് അനുവദിച്ചിരിക്കുകയാണ്. വദാലിക മിൻ അജ്ലി റഹ്മത്തി ബിൽ ഖൽഖ്, സൃഷ്ടികളുടെ കാരുണ്യം എന്ന നിലക്കാണ്. വകദാലിക റുഖിയത്തു മിനൽ ഖുർആനി ഉസ്തുസ്നിയത് മിൻ റുഖ അൽ മംനുഅ. അപ്പോൾ തടയപ്പെട്ട റുഖകളിൽ നിന്ന് ഖുർആൻ കൊണ്ടുള്ള മന്ത്രങ്ങൾ എക്സെപ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നതാണ്, ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. ബി ഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വചനം, ഇന്ന റുഖ വത്തമായിമ വത്തിവലത്ത ഷിർക്കുൻ. അപ്പോൾ റുഖിയകൾ, തമീമത്തുകൾ, ഏലസൈക്കലുകളൊക്കെ, തിവലത്ത്, ഇതൊക്കെ ഷിർക്കാണെന്ന് പറഞ്ഞില്ല. അപ്പോൾ ഇതിൽ ഇത് ജനറൽ ആയിട്ടുള്ള റൂളാണ്. എക്സംഷൻ ഉണ്ട്. ഖുർആൻ കൊണ്ട് അല്ലെങ്കിൽ അനുവദിക്കപ്പെട്ടുള്ള ദിക്ർ ദുആകൾ കൊണ്ട് ഉള്ള മന്ത്രമാണെങ്കിൽ അത് പ്രശ്നമില്ല, അത് ഇളവുണ്ട് എന്നർത്ഥം.